ആരംഭിച്ചു. മാർച്ച് മാസത്തിൽ റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് തറക്കല്ലിട്ടെങ്കിലും പ്രതികൂലമായ കാലാവസ്ഥ കാരണമായി പണി ആരംഭിക്കാൻ അല്പം വൈകി. നവംബർ മാസത്തിൽ താജുൽ മുഹഖഖീൻ കോട്ടൂർ ഉസ്താദ് പണി ആരംഭിച്ചു. 2.5 വർഷം കൊണ്ടാണ് 4000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള മനോഹരമായ താജുൽ ഉലമ ടവർ നമ്മുടെ എല്ലാവരുടെയും സഹകരണങ്ങൾ കൊണ്ട് നിർമ്മിക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. ഇത് നമ്മുടേത് മാത്രമാണ്. പ്രവർത്തകർ പല തവണകളിലായി തന്ന ചെറിയ ചെറിയ സംഭാവനകൾ ഒരുമിച്ച് കൂട്ടി വലിയ ഒരു സംഖ്യക്ക് നാം താജുൽ ഉലമ ടവർ നിർമ്മിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, ഇതിനെ സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല താജുൽ ഉലമയുടെ മദദ് ഇരുലോകത്തും നൽകുമാറാകട്ടെ. ഈ മഹത്തായ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി സഹകരിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വിദേശത്തുള്ള സുഹൃത്തുക്കൾ അബുദാബിയിലും ദുബായിലും ഖത്തറിലുമൊക്കെ താജുൽ ഉലമ ടവർ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിപുലമായ വിധത്തിൽ ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ട് ഈ സമ്മേളനത്തിന്റെ ഭാഗമായ വിദേശത്തുള്ള ICF-ന്റെയും RSCയുടെയും മലപ്പുറം ജില്ലാ ചാപ്റ്റർ കമ്മിറ്റികളെയും ഈ സമയത്ത് നന്ദിപൂർവ്വം അനുസ്മരിക്കുകയാണ്. ഈ സമ്മേളനം ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന പത്രമാധ്യമ പ്രവർത്തകരുണ്ട്. സിറാജ് അടക്കമുള്ള നിരവധി പത്രങ്ങൾ, മനോരമയും മാതൃഭൂമിയും കേരള കൗമുദി അടക്കമുള്ള എല്ലാ പത്രങ്ങളും നമ്മോട് നന്നായി സഹകരിച്ചു. എല്ലാവർക്കും താജുൽ ഉലമ മാനേജിംഗ് കമ്മിറ്റിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഈ മഹത്തായ സമ്മേളനത്തിലേക്ക് നമുക്ക് എല്ലാം കൊണ്ടും ധന്യമാക്കിയ അഭിമന്യരായ നേതാക്കൾ മഹാനാകുന്ന ശൈഖുനാ സുൽത്താനുൽ ഉലമ 10 വർഷം മുമ്പ് എടരിക്കോട് നടന്ന മഹാജനസഞ്ചയത്തെ സാക്ഷി നിർത്തി പ്രഖ്യാപിച്ച താജുൽ ഉലമ ടവർ എളിയ പ്രവർത്തകരായി നമ്മുടെ പ്രവർത്തനം കാണുന്നുകൊണ്ട് ശ്രമഫലമായി യാഥാർത്ഥ്യമായപ്പോൾ 10 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ശൈഖുനാ സുൽത്താനുൽ ഉലമയുടെ അനുഗ്രഹീതമായ കരങ്ങൾ കൊണ്ട് നമുക്ക് ഈ നാടിന് സമർപ്പിച്ചിരിക്കുകയാണ്. ഉസ്താദിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ആ തണലിൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് കാലം പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. റഈസുൽ ഉലമയും മഹീസിനെയും എന്നും നമ്മുടെ കൂടെ നിന്ന് നമുക്ക് ആവേശം പകർന്നു തന്ന് നമ്മുടെ മുന്നിൽ നിന്ന് നയിച്ചു. അതുകൊണ്ടാണ് നമുക്കിത് പൂർത്തീകരിക്കാൻ സാധിച്ചത്. അല്ലാഹു തആല ആ മഹാവ്യക്തിത്വങ്ങൾക്ക് ആയുരാരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന ദുആ നന്ദിയായി അറിയിക്കുകയാണ്. നമ്മുടെ സമ്മേളനത്തെ ധന്യമാക്കിയ താജുൽ മുഹഖഖീൻ കോട്ടൂർ ഉസ്താദ്, ബദറു സാദാത്ത്, സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തുടങ്ങിയ പ്രാസ്ഥാനികമായ നേതാക്കൾ, സാദാത്തുക്കൾ, പ്രവർത്തകർ എല്ലാവർക്കും താജുൽ ഉലമ മാനേജിംഗ് കമ്മിറ്റിക്കും സ്വാഗത സംഘത്തിനു വേണ്ടിയുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പരിസരത്തുള്ള നിരവധി പ്രദേശവാസികൾ ദിവസങ്ങളോളമായി നമ്മുടെ ഈ സമ്മേളനം വിജയിപ്പിക്കുന്നതിനും ഇവിടെ വരുന്ന ആളുകൾക്ക് ആതിഥ്യമരുളുന്നതിന് വേണ്ടി എന്നും ഇവിടെ വന്ന് അതിന് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്ത സമീപത്തുള്ള മുഴുവൻ പ്രവർത്തകരെയും അഭ്യുദയകാംക്ഷികളെയും സഹകാരികളെയും നന്ദിപൂർവ്വം സ്മരിക്കുന്നതോടൊപ്പം താജുൽ ഉലമയുടെ കൂടെ സുഖലോക സ്വർഗത്തിൽ സന്തോഷത്തോടെ വിചാരണയില്ലാതെ ഒരുമിച്ചുകൂടാൻ നമുക്കും വേണ്ടപ്പെട്ട എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. അഭിമന്യരായ ശൈഖുന 2 പ്രവർത്തനങ്ങൾ നമ്മെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഈ സമ്മേളനം നാം പിരിയുന്നത്. ശൈഖുനയിൽ നിന്ന് 10 വർഷം മുമ്പ് നാം ഏറ്റെടുത്തതുപോലെ ഇന്ന് അധീരമായ പ്രഖ്യാപനങ്ങൾ നാം തക്ബീർ ധ്വനികളോടെ ഏറ്റെടുത്തു. താജുൽ ഉലമയുടെ ടവറിന്റെ പരിസരത്ത് വിശാലമായ മനോഹരമായ ഒരു പള്ളി നമുക്ക് എത്രയും പെട്ടെന്ന് നിർമ്മിക്കേണ്ടതുണ്ട്. അതോടൊപ്പം വർദ്ധിച്ചു വരുന്ന കിഡ്നി പേഷ്യൻസുകൾ നമുക്കറിയാം ധാരാളമുണ്ട്. ചികിത്സിക്കാൻ സൗകര്യങ്ങളില്ലാത്ത അത്രയും ദയനീയമായ സാഹചര്യങ്ങൾ നീങ്ങുമ്പോൾ താജുൽ ഉലമയുടെ ടവറിന്റെ ഭാഗമായി ഉസ്താദ് പ്രഖ്യാപിച്ച ഡയാലിസിസ് സെന്റർ അതിവേഗം പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കണം. എല്ലാവരും കൂടെയുണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ശൈഖുന പ്രഖ്യാപിച്ചത്. പൂർത്തീകരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ഒരിക്കൽ കൂടി ഈ സമ്മേളനം ശ്രദ്ധിച്ച വിദേശത്തുള്ള നാട്ടിലുള്ള ഓൺലൈനിലൂടെയൊക്കെ ഇതിന്റെ ഭാഗമായ എല്ലാവർക്കും ഇവിടെ ഒരുക്കിയെത്തി പ്രതികൂലമായ സാഹചര്യത്തിലും ഈ സമ്മേളനം വിജയിപ്പിച്ചു തന്ന മുഴുവൻ ആളുകൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.